ഓം ശ്രീ സായിരാം. ഇന്ന് പരിപാവനമായ ഗുരുപൂർണിമാ ദിനം. ശ്രീ സത്യസായി മീഡിയ സെൻ്ററിനൊപ്പം ഗുരുവിനെ നമിക്കുന്ന ഈ പുണ്യദിനം നമുക്ക് ആഘോഷിക്കാം. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഈ അവസരത്തിൽ നാം ഒരു പുതിയ പരമ്പര ആരംഭിക്കുകയാണ്. സത്യസായിയും അവധൂത ഗീതയും. പ്രകൃതിയിലെ ഓരോ വസ്തുവും ഒരു ഗുരുവാണെന്ന് ഭഗവാൻ ശ്രീ സത്യസായി ബാബ പലപ്പോഴും നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. പ്രകൃതിയെ വായിക്കാൻ പഠിക്കൂ. അവിടെയെല്ലാം നമുക്ക് ഈശ്വരൻ്റെ കയ്യൊപ്പ് കാണാം. ശ്രീമദ് ഭാഗവതത്തിലെ ദത്താത്രേയ അവധൂതൻ പ്രകൃതിയിൽ നിന്ന് 24 ഗുരുക്കന്മാരെ സ്വീകരിച്ചു. അതേ പാഠങ്ങളാണ് ഭഗവാൻ സത്യസായിയും അവിടുത്തെ ജീവിതത്തിലൂടെയും വചനങ്ങളിലൂടെയും നമ്മെ പഠിപ്പിച്ചത്. ദിവ്യത്വവും മനുഷ്യത്വവും കൂടിച്ചേർന്നതാണ് മനുഷ്യൻ. ദിവ്യാംശം വളർത്തുമ്പോൾ മനുഷ്യൻ ദൈവമാകും. മൃഗാംശം വളർത്തിയാൽ മനുഷ്യൻ മൃഗവുമാകും. ഭഗവാന്റെ ഈ വാക്കുകൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അന്വേഷണത്തിനുള്ള ഉത്തരം നൽകുന്നു. ഞാൻ ആരാണ്? ഞാൻ ഏത് മാർഗത്തിലൂടെ സഞ്ചരിക്കണം? ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടി ദത്താത്രേയൻ 24 ഗുരുക്കന്മാരിൽ നിന്നാണ് മൂല്യവത്തായ ജീവിത രഹസ്യങ്ങൾ പഠിച്ചത്. മണ്ണിൽ നിന്ന്, വായുവിൽ നിന്ന്, പക്ഷിയിൽ നിന്ന്, ഒരു വേശ്യയിൽ നിന്ന് പോലും. കാരണം ഓരോ ജീവനിലും ഓരോ അനുഭവത്തിലും ഈശ്വരൻ നൽകുന്ന പാഠമുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതാണ് അവധൂത ഗീത, 24 ഗുരുക്കന്മാരുടെ കഥ. ഈ പരമ്പരയിൽ ശ്രീ സത്യസായി മലയാളം ചാനൽ നിങ്ങളെ കൊണ്ടുപോകുന്നത് ആ 24 ഗുരുക്കന്മാരുടെ സമീപത്തേക്കാണ്. ഭൂമി നമ്മെ ക്ഷമ പഠിപ്പിക്കുന്നു. കാറ്റ് നമ്മെ അനാസക്തി പഠിപ്പിക്കുന്നു. തേനീച്ച നമ്മെ സംഘാടകത്വവും ത്യാഗവും പഠിപ്പിക്കുന്നു. ഒരു കുഞ്ഞ് നമ്മെ നിഷ്കളങ്കത പഠിപ്പിക്കുന്നു. അങ്ങനെ സായി പറഞ്ഞു വച്ച മധുരഗീത നുകരുവാനുള്ള ഈ യാത്രയിൽ നമുക്ക് പങ്കുചേരാം. ഓരോ എപ്പിസോഡിലും നമ്മൾ ഒരു ഗുരുവിനെക്കുറിച്ച് അറിയും. അതോടൊപ്പം ആ ഗുരുവിനെക്കുറിച്ച് ഭഗവാൻ പറഞ്ഞു വച്ച ദിവ്യപാഠവും. ഭഗവാൻ ബാബ പറയുന്നു, ഗുരു എന്നാൽ അജ്ഞത നീക്കുന്നവനാണ്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നവൻ. ഈ 24 ഗുരുക്കന്മാർ നമ്മുടെയും ഗുരുക്കന്മാരാകട്ടെ. ഈ യാത്രയിൽ നമ്മുടെ മൃഗാംശം കുറഞ്ഞ് ദിവ്യാംശം വളരട്ടെ. നമ്മൾ മാനവനിൽ നിന്ന് മാധവനിലേക്ക്, ജീവനിൽ നിന്ന് ശിവനിലേക്ക് ഉയരട്ടെ. ശ്രീ സത്യസായി മീഡിയ സെൻ്ററിനൊപ്പം ഈ ദിവ്യയാത്ര തുടരൂ. സമസ്ത ലോകാ സുഖിനോ ഭവന്തു. ജയ് സായിരാം.